രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗീത സേസ് ടു ഹെർ മദർ, കൊമ ഇൻവെർട്ടഡ് കൊമ, ഉദ്ധരണി തുടങ്ങുന്നു. ഐ ഹാവ് പെയിൻ ബിക്കോസ് ഐ വർക്ക് ഹാർഡ്. വലിയ അർത്ഥമൊന്നുമില്ല, ഞാൻ അതിൻ്റെ നിയമത്തിലേക്കാണ് പറഞ്ഞത്, നിയമപ്രസക്തിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം ഇൻവെർട്ടഡ് കൊമേൻ്റെ ഉള്ളിലേക്ക് നോക്കണേ. ഇതിൻ്റെ ഉള്ളിൽ ഇത് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ അവർ തന്ന സെൻറ്റൻസിലേക്ക് നമ്മൾ നോക്കലായി. അത് ഐ എന്ന വാക്കിലാണ് തുടങ്ങുന്നത്. ഐയിനെ ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഹാവ് ആണ് അടുത്ത വാക്ക്. അതൊരു സഹായക ക്രിയയാണെങ്കിലും ഇവിടെ അത് പ്രധാന ക്രിയ തന്നെയാണ്. കാരണം വേറെ പ്രധാന ക്രിയയില്ല. പെയിൻ എന്ന് പറഞ്ഞാൽ വേദന എന്നാണ്. വേദന എന്ന് പറഞ്ഞൊരു ക്രിയയല്ല, അതൊരു നാമാണ്, ഒരവസ്ഥയുടെ പേരാ, അത് നൗണാത്. അപ്പോൾ ഇതാണ് ഇതിലത്തെ വെർബ്. ഇനി ഹാസും ഹാവും പ്രസൻറ്റ് ടെൻസിൻ്റെയാണ്. അപ്പോൾ ഇതിലെ വെർബ് ഹാവ് ആണെന്ന് മാത്രമല്ല, അത് പ്രസൻറ്റ് ടെൻസിൻ്റെ പ്രസൻറ്റ് വെർബാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി നേരത്തെ ക്വസ്റ്റ്യന് വിഭിന്നമായി കാണുന്നൊരവസ്ഥ, ഇതിൽ രണ്ട് വെർബ് ബിക്കോസ് എന്ന കഞ്ചങ്ഷന് ശേഷം വീണ്ടും ഐ എന്ന സബ്ജക്റ്റും വർക്ക് എന്ന വെർബും തന്നിട്ടുണ്ട്. ആ വർക്ക് എന്ന വെർബ്, വർക്ക്, വർക്ക്സ്, ഏത് ടെൻസാ? പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് വെർബാ. അത് വർക്ക്ഡ് എന്ന് എഴുതിയാലേ പാസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഗ്രാമർ വശം എങ്ങനെയാണ്? ഇൻവെർട്ടഡ് കൊമക്കകത്ത് അവർ തന്ന സെൻറ്റൻസിൽ രണ്ട് സബ്ജക്റ്റും രണ്ട് വെർബും ഉണ്ട്. ആയിക്കോട്ടെ, രണ്ട് ക്ലോസ് ഉണ്ട് എന്നാണ് പറയല്. അതിലൊന്ന് ഐ എന്ന സബ്ജക്റ്റും ഹാവ് എന്ന വെർബും, മറ്റൊന്ന് ഐ എന്ന സബ്ജക്റ്റും വർക്ക് എന്ന വെർബും. ആ രണ്ട് വെർബും പ്രസൻറ്റ് ടെൻസിലാണ്. എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് വെർബുള്ള ഒരു വാചകമാണ് ചോദ്യകർത്താവ് തന്നിട്ടുള്ളത്, അല്ലേ? ഇനിയോ അടുത്ത ഭാഗത്തെ റിപ്പോർട്ടിംഗ് വെർബ്. ഗീതയാണ് പറയുന്ന ആൾ, അയാൾക്ക് ശേഷം തന്നത് സെയ്സ് ആണ്. സെയ്സ് ആണ് ഇവിടുത്തെ വെർബ് നല്ല റിപ്പോർട്ടിംഗ് വെർബ്. സേയും സെയ്സും ടെല്ലും ടെൽസും ആസ്കും ആസും ഓർഡറും ഓർഡേഴ്സും ഒക്കെ എന്താ? പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റ് ടെൻസിലാണ്. തന്നിട്ടുള്ള സെൻറ്റൻസിൽ രണ്ട് വെർബുണ്ട്, രണ്ടും പ്രസൻറ്റ് വെർബാണ്. അപ്പോൾ എൻ്റെ നേരത്തെ അതേ നിയമല്ലേ? റിപ്പോർട്ടിംഗ് വെർബും പ്രസൻറ്റ് ടെൻസിൽ, തന്നിട്ടുള്ള സെൻറ്റൻസിലെ വെർബും പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുന്ന നിങ്ങളുടെ ഉത്തരം ഏതായിരിക്കും? പറ, ആൻസർ പറ. ഗീത സെയ്സ് ടു ഹെർ മദർ തന്നെ. സെയ്സിനെ കൊണ്ട് സെഡ് എന്നൊന്നാക്കല്ലേ, SAID സെഡ് എന്നൊന്നാക്കല്ലേ? അതിനൊന്നും അധികാരം നമുക്കില്ല. റിപ്പോർട്ടിംഗ് വെർബ് ഏത് ടെൻസിലാണോ തോന്നുന്നത് അതേ ടെൻസിൽ തന്നെ ആൻസറും പറഞ്ഞോളണം. ഗീത അവളുടെ ബ്രദറോട് പറയുന്നുണ്ട് എന്നേ പറഞ്ഞുള്ളൂ, പറഞ്ഞിനി പറഞ്ഞുകൂടാ, സെഡ് എന്ന് പറഞ്ഞുകൂടാ. ഗീത സെയ്സ് ടു ഹെർ മദർ തന്നെ. ഇനി കൊമയും ഇൻവെർട്ടഡ് കൊമയും ആൻസറിൽ പാടില്ല. ആ മറ്റേ സെൻറ്റൻസും ഇതും തമ്മിൽ കൂടി യോജിക്കാൻ ഒരു ദാറ്റ് എന്ന ഘടകം അവിടെ ചേർക്കും. അപ്പോൾ ഗീത സെയ്സ് ടു ഹെർ മദർ ദാറ്റ്. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, അതാരാ? ഗീതയാണ്. ഗീതക്ക് അവൾ എന്നാ പറയുന്നത്. അപ്പം ഷീ, ഐ പോയിട്ട് ഷീ ആയി. ഹീ അല്ല ഷീ. ആണാണെങ്കിലേ ഹീ, പെണ്ണാകുമ്പോൾ ഷീ. ഇനി ഹാവ് എന്ന വെർബ് പ്രസൻറ്റ് ടെൻസിലേക്ക് പോകുമ്പം അത് ഹാവോ ഹാസോ ആവാം. ഹാസും ഹാവോ ഒന്ന് തന്നെയാണ്. ഈസ് കണ്ടിട്ടില്ലേ, ആമ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഈസേമാർ എന്നല്ലേ ഇതിൽ. അതുപോലെ ഹാവ് തന്നാൽ അത് ഹാവോ ഹാസോ ആവാം. ഐയുടെ കൂടെ ഹാവ് എഴുതൽ, എന്നാൽ ഷീയുടെ കൂടെ ആരും ഹാവ് എഴുതല്ല, ഹാസ്. അതുകൊണ്ട് മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. ഹാവും ഹാസും ഒന്ന് തന്നെ. അപ്പോൾ ഗീത സെയ്സ് ടു ഹെർ മദർ ദാറ്റ് ഷീ ഹാസ് പെയിൻ ബിക്കോസ്, കാരണം ഐ വീണ്ടും ആരായി? ഷീ. ഇത് തന്നെയായി. ഇനി വർക്ക് എന്ന വെർബ് പ്രസൻറ്റ് ടെൻസിലേക്കേ പോയിക്കൂടൂ. അപ്പോൾ വർക്കും വരാം, വർക്ക്സും വരാം. ഐയുടെ കൂടെ വർക്ക് എന്നാണ് പറയൽ, എന്നാൽ ഐ പോയിട്ട് ഷീന്നാവുന്നുണ്ട്. അപ്പോൾ വർക്ക് വർക്ക്സ് ആവും. അതുകൊണ്ട് ടെൻസ് മാറിയിട്ടൊന്നും ഇല്ലേ, സിമ്പിൾ പ്രസൻറ്റ് തന്നെ അതും. അപ്പോൾ ഷീ വർക്ക്സ് ഹാർഡ്. ഇതാണ് ഉത്തരം.
അപ്പോൾ ഗീത സേസ് ടു ഹെർ മദർ ദാറ്റ് ഷീ ഹാസ് പെയിൻ ബിക്കോസ് ഷീ വർക്ക്സ് ഹാർഡ്. ഐ പോയിട്ട് ഷീ ആയി, വർക്ക് പോയിട്ട് വർക്ക്സായി. വർക്ക്ഡ് എന്ന് വന്നുകൂടാ, അതെല്ലാം ഓപ്ഷനിലുണ്ടാവും. അതിലൊക്കെ ഒന്നും കൈവകെ. അതുപോലെ നേരത്തെ ഹാവ് ഹാഡല്ലാക്കിയ ഉത്തരത്തിലുണ്ടാവും. ഇതിനെ കൊണ്ടിട്ട് സെഡ് എന്നാക്കിയ ഓപ്ഷനിലുണ്ടാവും. അതൊന്നും പറ്റൂല. അപ്പോൾ എന്താ കുട്ടികളുടെ റൂള് വേണ്ടെന്നവരെ എഴുതിക്കോ. ഇഫ് ദ റിപ്പോർട്ടിംഗ് വർബ് ശരിയോ, ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ്. ഇഫ് ദ റിപ്പോർട്ടിംഗ് വർബ്, ഇതിൻ്റെ പേരാ റിപ്പോർട്ടിംഗ് വർബ്, ഈസ് ഇൻ പ്രസൻറ്റ് ടെൻസ്. ക്ലിയറായ? റിപ്പോർട്ടിംഗ് വർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ആൻഡ് ദ ഗിവൺ സെൻറ്റൻസ് വർബ്, തന്നിട്ടുള്ള സെൻറ്റൻസിലെ വർബ് ഈസ് ഇൻ പ്രസൻറ്റ് ടെൻസ്, അതും പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ, ഇഫ് ദ റിപ്പോർട്ടിംഗ് വർബ് ഈസ് ഇൻ പ്രസൻറ്റ് ടെൻസ് ആൻഡ് ദ ഗിവൺ സെൻറ്റൻസ് വർബ് ഈസ് ഇൻ പ്രസൻറ്റ് ടെൻസ്, ദ ആൻസർ വിൽ ബി ഇൻ പ്രസൻറ്റ് ടെൻസ്. ഉത്തരവും പ്രസൻറ്റ് ടെൻസിലായിരിക്കും. If the reporting verb is in present tense and the given sentence verb is in present tense, commaക്ക് ശേഷം the answer will be in present tense. ആൻസർ പ്രസൻറ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. The teacher tells the boy, I work hard because I have an aim. ഇൻവെർട്ടഡ് കൊമക്കകത്തേക്ക് നോക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാ നോക്കി. ഐ എന്ന സബ്ജക്റ്റും വർക്കെന്ന വർബുമായില്ലത്. ഇത് സബ്ജക്റ്റ്, ഇത് വർബ്. വീണ്ടും ബിക്കോസിന് ശേഷം ഐ എന്ന സബ്ജക്റ്റും ഹാവ് എന്ന വർബും ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് വർബിലാണ് വാക്യത്തിൻ്റെ പോക്ക്. ഇങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ പേരാണ് അസേർട്ടീവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേറ്റീവ് ഓർ അഫർമേറ്റീവ്. അതിലെ വർബ് വർക്കാണ്. വർക്കും വർക്ക്സും ഏത് ടെൻസാ? പ്രസൻറ്റ് ടെൻസ്. ബിക്കോസിന് ശേഷം ഐക്ക് ശേഷം ഹാവ്, ഹാസും ഹാവും ഏത് ടെൻസാ? പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഉദ്ധരണീൻ്റെ ഉള്ളിൽ തന്നത് പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് വർബുള്ള സെൻറ്റൻസാണ്. അപ്പോൾ വർബ് പ്രസൻറ്റ് ടെൻസിലാണ്. ഇനി റിപ്പോർട്ടിംഗ് വർബോ ടെൽസ് ഏത് ടെൻസ്? പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വർബ് പ്രസൻറ്റ് ടെൻസ്, തന്നിട്ടുള്ള സെൻറ്റൻസിലെ വർബും പ്രസൻറ്റ് ടെൻസ്. ഇങ്ങനത്തെ കേസിൽ ആൻസറും പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും, പാസ്റ്റ് ടെൻസ് ആവില്ല. അപ്പോൾ ദ ടീച്ചർ ടെൽസ് ദ ബോയ്, ആ ടെൽസിനെ ടോൾഡ് നോക്കിക്കളയല്ലേ, ടെൽസ് ദ ബോയ് ദാറ്റ്. ആ ദാറ്റ് ചിലപ്പം കാണൂല, ഉണ്ടെങ്കിൽ നല്ലത്, ഭംഗിയായി. അയ്യാരാവും? ദ ടീച്ചറാവും. ടീച്ചർ ആണോ പെണ്ണോ ആവാം. പെണ്ണെന്നെ ആവണമെന്ന് വന്നും ഭാഷ പിടിക്കല്ലേ. അധ്യാപകനും അധ്യാപികക്കും ഇംഗ്ലീഷിൽ ടീച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ പോയിട്ട് ഹിയോ ഷിയോ ആവാം. ഇനി വർക്കോ? ഹീൻ്റെയും ഷീൻ്റെയും കൂടെ വർക്ക് നോതൽ വർക്ക്സ് നോ, വർക്ക്സ് സിംഗുലർ ആകുമ്പോൾ സിംഗുലർ ആവില്ലേ. അപ്പോൾ ദാറ്റ് ഷീ വർക്ക്സ് ഹാർഡ്. ഐ പോയിട്ട് ഷീ ആയി, അല്ല ഹീ ആയി, വർക്ക് പോയിട്ട് വർക്ക്സായി, എന്നിട്ട് ഹാർഡ് അതേപോലെ എഴുതി. ബിക്കോസ് അതേപോലെ എഴുതി. ഐ വീണ്ടും ഹിയോ ഷിയോ ഹാവോ ഹാസ്. ബിക്കോസ് ഷീ ഹാസ് എ നെയിം, അല്ല ഹീ ഹാസ് എ നെയിം. ക്ലിയറായോ? സമയവാക്കായിട്ട് അതിൽ ടുഡേ നാട്ടുന്നുണ്ടെങ്കിൽ അത് ദാറ്റ് ഡേ എന്നാവണം. അങ്ങനെയുള്ള ടൈമിംഗ് വേർഡ്സിന് ചില ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഇപ്പം നൗ അത് ദെൻ ആവണം. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അത് അപ്പോൾ എന്നാവണം. അപ്പോൾ എന്നുണ്ടെങ്കിൽ ദെൻ. അതുപോലെ ദിസ് ദാറ്റ് ആവണം. ദിസ് ഡേ ദാറ്റ് ഡേ, ദിസ് വീക്ക് ദാറ്റ് വീക്ക്, ദിസ് ഇയർ ദാറ്റ് ഇയർ. നൗ ദെൻ ആവും, ദിസ് ദാറ്റ് ആവും, ടുഡേ ദാറ്റ് ഡേ ആവും. നൗ ദെൻ, നൗന്ന് ദെൻ ആവും, THEN. ദിസ് ദാറ്റ് ആവും, ടുഡേ ദാറ്റ് ഡേ ആവും. യെസ്റ്റർഡേയോ? ഇന്നലെ എന്നല്ല അർത്ഥം, അത് തലേ ദിവസം. അതിന് ദ പ്രീവിയസ് ഡേ എന്നോ ദ ഡേ ബിഫോർ എന്നോ ആവാം. ഒന്നിക്കിൽ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ.
അപ്പോൾ എസ്റ്റർഡേ എന്നുള്ള വാക്ക് ദ ഡേ ബിഫോർന്നോ ദ പ്രീവിയസ് ഡേ എന്നോ ആയിട്ട് മാറണം. ടുമോറോ, നാളെ എന്നുള്ള അർത്ഥമുള്ള ടുമോറോ എന്നുള്ള ടൈമിംഗ് വേർഡോ അടുത്ത ദിവസം എന്നാവണം. അതിന് ദ നെക്സ്റ്റ് ഡേ എന്നോ ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ടുമോറോ പോയിട്ട് ദ നെക്സ്റ്റ് ഡേ, അല്ലെ ദ കമ്മിങ് ഡേ, അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ, അല്ലെങ്കിൽ ദ ഡേ ആഫ്റ്റർ. അപ്പോൾ ടുമോറോ, നാളെ എന്നുള്ള അർത്ഥമുള്ള ടുമോറോ എന്തൊക്കെ ചേഞ്ചസ് സ്വീകരിക്കുക? ഒന്ന് ചേഞ്ചസ് ഇല്ല. അടുത്ത ദിവസം എന്നുള്ള അർത്ഥമുള്ള ദ നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ ദ കമ്മിങ് ഡേ, അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ, അല്ലെങ്കിൽ ദ ഡേ ആഫ്റ്റർ. അപ്പോൾ എസ്റ്റർഡേ എന്തായിനി? ഇന്നലെ എന്നുള്ള എസ്റ്റർഡേ എന്തായിനി? തലേ ദിവസം, ദ പ്രീവിയസ് ഡേ എന്നോ ദ ഡേ ബിഫോർന്നോ ആയിനി. നാളെ എന്നുള്ള അർത്ഥമുള്ള ടുമോറോ എന്താവും? ദ നെക്സ്റ്റ് ഡേ, ദ കമ്മിങ് ഡേ, ദ ഫോളോയിങ് ഡേ, ദ ഡേ ആഫ്റ്റർ. ക്ലിയറായി? അടുത്ത എഗോ, AGO, എഗോ അർത്ഥം മുമ്പേ, അത് ബിഫോർ എന്നാവണം. ഇനി എഗോ ബിഫോർ ആവുമ്പോൾ ഒരു ഭംഗിയുള്ള ഗ്രാമറുണ്ട്. എഗോ ടൈമിന് ശേഷമാണ് എഴുതൽ, ബിഫോർ ടൈമിൻ്റെ മുമ്പിലാണ്. ഇപ്പം 2 days എഗോ എന്നാണ് പരീക്ഷയ്ക്ക് തന്നിനെങ്കിൽ ആ എഗോ ബിഫോർ ആവും. ബിഫോർ ആവുമ്പോൾ 2 days ബിഫോർ എന്നല്ല എഴുതൽ, ബിഫോർ 2 days. അതൊന്നും ഇപ്പം ശ്രദ്ധിക്കലൊന്നുമില്ല എന്ന് തോന്നുന്നു. 2 days ബിഫോർ എന്നല്ല പറയില്ല ആൾ. അങ്ങനൊന്നും പറഞ്ഞുകൂടാ. ബിഫോർ 2 days, ബിഫോർ കഴിഞ്ഞിട്ടേ ടൈം പറഞ്ഞോളൂ, എഗോ ടൈമിന് ശേഷമേ പറഞ്ഞോളൂ. അപ്പോൾ എഗോ ബിഫോർ ആവും. അപ്പോൾ ദിസ് ദാറ്റ് ആവും, നൗ ദെൻ ആവും, ടുഡേ ദാറ്റ് ഡേ ആവും, ടുമോറോ ദ നെക്സ്റ്റ് ഡേ, ദ ഫോളോയിങ് ഡേ, ദ കമ്മിങ് ഡേ, ദ ഡേ ആഫ്റ്റർ എന്നൊക്കെ ആവും. എസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ എന്നോ ദ ഡേ ബിഫോർ എന്നോ ആവും. അല്ലടോ, ഇങ്ങനെയൊക്കെയുള്ള ടൈമിംഗ് വേർഡ്സിലെ ചേഞ്ചസ് ഒക്കെ ശ്രദ്ധിക്കണം. അതൊരു ഭംഗിയായി എന്ന വാചകം, അത് വലിയ കാര്യമായ പോയിൻ്റൊന്നുമല്ല. അപ്പം ഇതാണ് കുട്ടികളെ അസേർട്ടീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴുള്ള ഒരു ടൈപ്പ്, ഒരു നിയമമല്ല, ഒരു ടൈപ്പ്. ഇനി സെക്കൻഡ്, ആ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ചാൽ മതി, എന്നാലും ആ സെക്കൻഡ് ടൈപ്പ് തിരിയും. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. മനു ടോൾഡ് ഹിസ് ഫ്രണ്ട്, കൊമ ഇൻവേർട്ടഡ് കൊമയിൽ, ഐ ആം വെരി ഹംഗ്രി because I have walked long. കണ്ടോ? ഏത് ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ കിട്ടിയാൽ തന്നിട്ടുള്ള സെൻറ്റൻസിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ടത്, തിരിച്ചറിയൽ. തന്നിട്ടുള്ള സെൻറ്റൻസ് തുടങ്ങുന്നത് ഐ എന്ന സബ്ജക്റ്റും ആം എന്ന വെർബിലുമാണ്. അതേ സെൻറ്റൻസിന് ബിക്കോസിന് ശേഷം ഐ എന്ന സബ്ജക്റ്റും ഹാവ് എന്ന വെർബും ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് വെർബിലാണ് സെൻറ്റൻസിൻ്റെ പാറ്റേൺ, രീതി. ഈ പാറ്റേണുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്, അഫർമേറ്റീവ്, ഡിക്ലറേറ്റീവ്, അസേർട്ടീവ് എന്നൊക്കെ വിളിക്കല്. അപ്പോൾ ഇൻവേർട്ടഡ് കൊമക്കകത്ത് അവർ തന്നത് സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസാണ്, അസേർട്ടീവ് സെൻറ്റൻസാണ് തന്നത്. ഇനി അതിലെ വെർബിലേക്ക് നോക്കലാണ് നമ്മൾ ചെയ്യേണ്ട ചിട്ട. വെർബ് ആമാണ്, പ്രസൻറ്റ് വെർബാണ്. ബിക്കോസിന് ശേഷമുള്ള ഭാഗത്ത് ഐ എന്ന സബ്ജക്റ്റിന് ശേഷം തന്ന വെർബ് ഹാവ് ആണ്, അതും പ്രസൻറ്റ് ടെൻസാണ്. അപ്പം നേരത്തെ ക്വസ്റ്റ്യൻ, നേരത്തെ നിയമത്തെ ടൈപ്പിലെ പോലെ ഇവിടെയും പ്രസൻറ്റ് വെർബ് തന്നെയാണ് തന്നിനി. ഇനി അടുത്ത ഭാഗത്തേക്ക് വരിക റിപ്പോർട്ടിംഗ് വെർബിലേക്ക്. മനു ചെയ്ത പ്രവൃത്തിയാണ് ടോൾഡ്, ഇതിനെയാണ് ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് വിളിക്കുന്നത്. ഇതേത് ടെൻസിൽ നോക്കണം? ടെല്ലോ ടെൽസോ ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസ്. ഇത് ടോൾഡാണ്. ടോൾഡ് പ്രസൻ്റ് അല്ല, പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് വെർബായത്. V2 ആണിത്. അപ്പം ടൈപ്പ് മാറിയില്ലേ? നേരത്തെ റിപ്പോർട്ടിംഗ് വെർബും പ്രസൻറ്റ്, തന്നിട്ടുള്ള സെൻറ്റൻസിലെ വെർബും പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ നമ്മുടെ ആൻസറും പ്രസൻറ്റ് ടെൻസോ ചെയ്തില്ല. ഇന്ന് ഇവിടെയോ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ്, തന്നിട്ടുള്ള സെൻറ്റൻസിലെ വെർബ് പ്രസൻറ്റ് ടെൻസിൽ. അപ്പോൾ നിയമം എന്താ പറഞ്ഞില്ല? ഈ ഗ്രാമർ എഴുതിയാളെന്ന് കേട്ടെ,
റിപ്പോർട്ടിംഗ് വെർബ് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം ഉത്തരവും. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലാവുമ്പം ആൻസറും പ്രസന്റ് ടെൻസിൽ. എന്നാൽ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ യുവർ ആൻസർ ഷുഡ് ബി ഇൻ പാസ്റ്റ് ടെൻസ്. നിങ്ങൾ എഴുതാൻ പോകുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചില്ലേ, റിപ്പോർട്ടർ സ്പീച്ച് ആകുന്ന ഉത്തരവില്ലേ, അത് പാസ്റ്റ് ടെൻസിലായിരിക്കണം. കാരണം ഇത് പാസ്റ്റ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബ് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം അതിൻ്റെ കൂടെ വരുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പം ആൻസർ പറഞ്ഞ് കളിക്കാം. മനു ടോൾഡ് ഹിസ് ഫ്രണ്ട് ദാറ്റ്. കൊമയും ഉദ്ധരണിയൊക്കെ അങ്ങ് പോയി. അത് പിന്നെ മൊത്തം നിയമാണല്ലോ, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളത്. മനു ടോൾഡ് ഹിസ് ഫ്രണ്ട് ദാറ്റ്. അയ്യാരാവും? മനു ആവും. മനു ആണുങ്ങളായതുകൊണ്ട് ഹീ, ഐ വോട്ട് ഹീ എന്നാവും. ഇനി ആമ് നേരത്തെ നമ്മൾ ഈസ് എന്ന എഴുതിയ ഉത്തരത്തിൽ, ഇവിടെയോ പാസ്റ്റ് വെർബ് ആവണം. ഇത് പാസ്റ്റ് ആവുമ്പോൾ ഉത്തരവും പാസ്റ്റ് ആവണം. ഈസിൻ്റെയും ആമിൻ്റെയും ഒക്കെ പാസ്റ്റ് എന്താ? വാസ്. അപ്പോൾ ഇവിടെ ആം ഈസല്ല ആവത് വാസ്. അപ്പോൾ ഐ ഹീ ആയി, ആം വാസ് ആയി. അപ്പോൾ ഹീ വാസ് വെരി ഹംഗ്രി. വെരി ഹംഗ്രി അല്ല അതേപോലെ വരും. ബിക്കോസും അതുപോലെ വരും. ഇനി ഐ വീണ്ടും ആരാവും? മനു ആവും. മനു ആവും എന്ന് പറഞ്ഞാൽ ഹീ. ഇനി ഹാവോ? നേരത്തെ ഹാസ് ആയി, ഇതിനായിട്ട് ടെൽസ് വന്നേരം. ഇതിപ്പോൾ ടോൾഡാണ്. അപ്പോൾ ഹാവ് എന്താവും? ഹാഡാവും. ഹാവിൻ്റെ പാസ്റ്റ്. ഹാസിൻ്റെ ഹാവിൻ്റെ ഒക്കെ പാസ്റ്റാണ് ഹാഡ്. അപ്പോൾ ബിക്കോസ് ഹി ഹാഡ് വാക്ഡ് ലോങ്. അപ്പോൾ ആൻസർ എങ്ങനെയാവും നമ്മൾ പറ? മനു ടോൾഡ്, എഴുതണോ? മനു ടോൾഡ് ഹിസ് ഫ്രണ്ട് ദാറ്റ്. ഐ പോയിട്ട് ഹീ ആയി. ആം പോയിട്ട് ഈസല്ല അവൽ വാസ്. അതിന് കാരണം ഇവിടെ ടോൾഡ് തന്നുകൊണ്ട്. ഇവിടെ ടെൽസ് ആണെങ്കിൽ ആം ഈസാവും, ടോൾഡ് ആവുമ്പോൾ ആം വാസായി. പിന്നെ വെരി ഹംഗ്രി ഒക്കെ അതുപോലെ വന്നു. ബിക്കോസ് എഴുതി, ബിക്കോസ് അതേപോലെ എഴുതി. ഐ വീണ്ടും ഹീ ആയി. ഹാവ് ഹാഡാവും, പാസ്റ്റ് ആവുമ്പോൾ ഹാഡാവും. പിന്നെ വാഗ്ഡ് അതേപോലെ വരും, ലോങ് അതേപോലെ വരും. സമയവാക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ചസ് ഭാവിക്കുവേ. അപ്പോൾ ഇത് ഏത് ടൈപ്പാണ്? റിപ്പോർട്ടിംഗ് വെർബിൻ്റെ നിലപാടിനനുസരിച്ചിരിക്കും ഉത്തരം. റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ആൻസർ പ്രസന്റ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇതുപോലെ ആൻസർ പാസ്റ്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ടൈപ്പിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ഇതാ. ലീന സെഡ് ടു മീ. ഇതിനൊക്കെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഗ്രാമറിൻ്റെ വശവും മനസ്സിൽ കാണും. ലീനയാണ് പറയുന്ന ആൾ, സെഡാണ് അടുത്ത വാക്ക്, ലീന ചെയ്ത പ്രവൃത്തിയത്. ഇങ്ങനെയുള്ള പ്രവൃത്തിയെ റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് പറയൽ. അത് ഏത് ടെൻസ് നോക്കണം? സേയോ സെയ്സോ തന്ന പ്രസൻറ്റ്, സെഡാവുമ്പോൾ പാസ്റ്റ്. നോട്ടം കണ്ടോ? ഇനി ഇൻവെർട്ടഡ് കൊമ തുടങ്ങലായി. അതിൻ്റെ ഉള്ളിൽ കണ്ടോ? ഐ ഗോ ടു ദ മാർക്കറ്റ് ആൻഡ് I will return tomorrow. നോക്കാതെ ആദ്യം ഇൻവെർട്ടഡ് കൊമക്കുള്ളിലേക്ക് നോക്ക്. ഐ എന്ന സബ്ജക്റ്റും ഗോ എന്ന വെർബും ഉള്ളത്. ആൻഡിന് ശേഷം ഐ എന്ന സബ്ജക്റ്റും വിൽ റിട്ടേൺ എന്ന വെർബും ഉണ്ട്. അപ്പോൾ സബ്ജക്റ്റ് വെർബല്ലേ വാചകത്തിൽ ഉടനീളം കാണുന്ന വാക്യരീതി. സബ്ജക്റ്റ് വെർബ് പാറ്റേണിൽ കാണുന്ന എല്ലാ സെൻറ്റൻസിനെയും ഇംഗ്ലീഷ് ഗ്രാമർ എഴുതിയവർ വിളിച്ച പേരാണ് അസേർട്ടീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ്, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ എഫർമേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ PSCക്ക് ചോദ്യവിട്ടാൾ തന്നത് ഒരു അസേർട്ടീവ് സെൻറ്റൻസ് ആണെന്ന് ബോധ്യപ്പെട്ടില്ലേ സബ്ജക്റ്റ് വെർബുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, അതിലെ വെർബിലേക്ക് സൂക്ഷ്മതയോടെ നോക്കൽ. വെർബ് ഇവിടെ ഗോ ആണ്. ഗോ ഗോസ്. എന്ത് വെർബ്? പ്രസൻറ്റ് വെർബ്, വർത്തമാനകാല ക്രിയ. അതേപോലെ ആൻറ്റിന് ശേഷം ഐ എന്ന സബ്ജക്റ്റിന് ശേഷം തന്ന വിൽ റിട്ടേൺ. പ്രസൻറ്റ് ടെൻസ് ഒന്നല്ല, ഫ്യൂച്ചർ ടെൻസ് ആണ്, ഭാവി കാലം. സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ ഇത്?
അപ്പോൾ ഒരു പ്രസൻറ്റ് വർബും ഒരു ഫ്യൂച്ചർ വർബും അതെന്നിനി ആയിക്കോട്ടെ. ഇപ്പുറത്തെ റിപ്പോർട്ടിംഗ് വർബോ സെഡ് പാസ്റ്റ് വർബ്. റിപ്പോർട്ടിംഗ് വർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നിയമം എന്താ ഇപ്പം പറഞ്ഞത്? ഇഫ് ദ റിപ്പോർട്ടിംഗ് വർബ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ് ദ ആൻസർ വിൽ ബി ഇൻ പാസ്റ്റ് ടെൻസ്. റിപ്പോർട്ടിംഗ് വർബ് പാസ്റ്റ് ആണെങ്കിൽ ഉത്തരവും പാസ്റ്റ് ആയിരിക്കും. റിപ്പോർട്ടിംഗ് വർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിലോ ഉത്തരവും പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. റിപ്പോർട്ടിംഗ് വർബാണ് അതിൻ്റെ ഹെഡ്, നായകൻ. അതെങ്ങനെയാണോ അതിനനുസരിച്ച് എനിക്ക് അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ആൻസറിലേക്ക് പോവാം. ലീന സെഡ് ടു മീ. അതിൻ്റെ ഇടയിലൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സേൻ്റെ കൂടിയും സെയ്സിൻ്റെ കൂടിയും സെഡിൻ്റെ കൂടെ എപ്പോഴും ടു എഴുതണം. സേ ടു, സെയ്സ് ടു, സെഡ് ടു. മറ്റൊരു റിപ്പോർട്ടിംഗ് വർബിൻ്റെ കൂടിയും ടു എഴുതി കൂടാതാണ്. ഇപ്പം ടെൽ ടു, ടെൽസ് ടു, ടോൾഡ് ടു എന്നൊന്നും പറഞ്ഞുകൂടാ. ആസ്കിൻ്റെ കൂടെ പറഞ്ഞുകൂടാ, ഓർഡറിൻ്റെ കൂടെ പറഞ്ഞുകൂടാ, കമാൻഡിൻ്റെ കൂടെ പറഞ്ഞുകൂടാ, വിഷിൻ്റെ കൂടെ പറഞ്ഞുകൂടാ, റിക്വസ്റ്റിൻ്റെ കൂടെ പറഞ്ഞുകൂടാ. സേ, സെയ്സ്, സെഡ് ഈ 3 റിപ്പോർട്ടിംഗ് വർബിൻ്റെ കൂടെ അതിൻ്റെ അപ്പുറത്താളുടെ പേര് പറയുമ്പോൾ ഒരു ടു എഴുതിക്കൂടും. പിന്നെ വേറൊരു കാര്യം കൂടി, സേ ടു എന്ന് പറയുന്നത് ടെൽ എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇതിൻ്റെ അർത്ഥവും പറയുന്നു തന്നെയാണ്, ഇതിൻ്റെ അർത്ഥവും പറയുന്നു തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും അർത്ഥം കൊണ്ട് ഒന്നെന്നെ. സേ എന്ന് പറഞ്ഞാലും ടെൽ എന്ന് പറഞ്ഞാലും ഒന്നെന്നെ, അതിൻ്റെ അർത്ഥമാണ് പറയുന്നു. അപ്പോൾ സേ ടുവും ടെല്ലും ഒന്നെന്നെ. അതുപോലെ സെയ്സ് ടു എന്ന് പറഞ്ഞാൽ ടെൽസ്, സെഡ് ടു എന്ന് പറഞ്ഞാൽ ടോൾഡ്. സേ ടെൽ, സെയ്സ് ടെൽസ്, സെഡ് ടോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചുരുക്കി പറഞ്ഞ് ഇതിൻ്റെ ഉത്തരം 4 ഓപ്ഷൻ തരുന്നതിൽ ചിലപ്പോൾ ലീന സെഡ് ടു മീ എന്നാണ് ഉത്തരത്തിൽ വരേണ്ടത്. ആ സെഡ് ടു മീനെ ചിലപ്പോൾ കാണൂല, അതിന് പകരം ടോൾഡ് മീ എന്നായിരിക്കും ഉണ്ടാവില്ല. അത് രണ്ടും ഒന്നെന്നേന്ന്. സെഡിൻ്റെ കൂടെ ടു എഴുതി പറയുന്നതും സെഡിന് പകരം ടോൾഡ് എഴുതിയാലും ഒന്നെ. പക്ഷേ ടോൾഡിൻ്റെ കൂടെ ടു പറഞ്ഞുകൂടാ. ഏതോ ഒരു നല്ല ജ്ഞാനമുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലത്തെ ഒരു എക്സാമിനേറ്റം ഓപ്ഷനിൽ അതും ഉണ്ടായിനി. ലീന ടോൾഡ് മീ ഒരു ഉത്തരം, മറ്റൊന്ന് ലീന ടോൾഡ് ടു മീ. കുറേ ആൾ ആ ടോൾഡ് ടു വീണ് മരിക്കുന്നു. സെഡിൻ്റെ കൂടെയേ ടു പറഞ്ഞുകൂടൂ, വേറെ ഒരു റിപ്പോർട്ടിംഗ് വർബിൻ്റെ കൂടെയും ടു പറഞ്ഞുകൂടാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 രീതിയിൽ വരാം. ഒന്നിക്കൽ ഈ തന്ന പോലെ ലീന സെഡ് ടു മീ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിലോ ലീന ടോൾഡ് മീ എന്നായിരിക്കും. അത് രണ്ടും ഒന്ന് തന്നെ. സെഡ് ടു എന്ന് പറയുന്നതും ടോൾഡ് എന്ന് പറഞ്ഞാലും പറഞ്ഞു തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ആ ടോൾഡിൻ്റെ കൂടെ ടു പറഞ്ഞുകൂടാ. ക്ലിയർ? ഇനി അപ്പം ലീന സെഡ് ടു മീ അല്ലെങ്കിൽ ലീന ടോൾഡ് മീ ദാറ്റ്, കൊമയും ഉദ്ധരണിയൊക്കെ അങ്ങ് പോയി ദാറ്റ്. ഇനി അയ്യാരാവും? ലീനയാവും, ഷീ. ഇനി ഈ പ്രസൻറ്റ് വർബ് റിപ്പോർട്ടിംഗ് വർബ് പാസ്റ്റ് ആയതുകൊണ്ട് ഈ പ്രസൻറ്റ് വർബ് പാസ്റ്റ് ആവും. ഗോൻ്റെ പാസ്റ്റ് പറ വെൻറ്റ്. ഇപ്പം ഷീ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ആൻഡ് അതേപോലെ വന്നു. ഐ വീണ്ടും ഷീ ആയി. ഇനി ഈ ഫ്യൂച്ചർ വർബ് ഫ്യൂച്ചർ പാസ്റ്റ് ആവും. ഫ്യൂച്ചർ പാസ്റ്റ് ആവൽ ഞാൻ ടെൻസ് എടുക്കുമ്പോൾ പറഞ്ഞു ഞാൻ 2 വർബ് ഉണ്ടെങ്കിൽ ഓക്സിലറി വർബേ പാസ്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ വില്ലെന്താവും? വുഡാവും. റിട്ടേൺ തന്നെ, അത് ബേസ് വർബായി തുടരും. അല്ലാണ്ട് ഇനിയും പിടിച്ച് പാസ്റ്റാക്കല്ലേ. വില്ല് വുഡായി റിട്ടേൺ എന്നൊന്നും ആക്കല്ലേ. ഇങ്ങനത്തെ വൃത്തിയായിട്ട് ഇംഗ്ലീഷൊന്നും ചെയ്യില്ല. ഏതാണോ ഓക്സിലറി വർബ് ദാറ്റ് ഷുഡ് ബി ഇൻ പാസ്റ്റ് ടെൻസ്. മെയിൻ വർബ് ഷുഡ് ബി ഇൻ ബേസ് ഫോം. അത് ബേസ് ഫോമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ വില്ല് വുഡാവും, റിട്ടേൺ തന്നെ. ഇനി സമയപദമായ ടുമോറോ എന്തായി മാറും? ദ നെക്സ്റ്റ് ഡേ. നെക്സ്റ്റ് ഡേ അല്ല, ദ നെക്സ്റ്റ് ഡേ. ആർട്ടിക്കിളും വേണം. ദ നെക്സ്റ്റ് ഡേ തന്നെ വേണമെന്നില്ല. ദ ഫോളോയിങ് ഡേ, ദ കമ്മിങ് ഡേ, ദ ഡേ ആഫ്റ്റർ, അതിലേതും വരാം. അതെല്ലാം തന്നെ അടുത്ത ദിവസം എന്നുള്ള അർത്ഥമുള്ള ദ നെക്സ്റ്റ് ഡേ എന്നോ. ടുമോറോൻ്റെ അർത്ഥം നാളെ, നാളെ എന്നുള്ളത് അടുത്ത ദിവസം, അടുത്ത ദിവസം എന്നുള്ളതിന് ദ നെക്സ്റ്റ് ഡേ എന്നോ, ദ ഫോളോയിങ് ഡേ എന്നോ, ദ കമ്മിങ് ഡേ എന്നോ, ദ ഡേ ആഫ്റ്റർ എന്നോ, എങ്ങനെ വേണം വരാം. ഇതാണ് ആൻസർ. ഇപ്പോൾ ഇവിടെയൊക്കെ തെറ്റിന് സാധ്യത ഇതാ. ഇതുകൊണ്ടിട്ട് വില്ലിനെ ആ വുഡ് നോക്കും, റിട്ടേൺ ഉണ്ടാക്കും. ചില ആൾ വില്ല് അതേപോലെ നിലനിർത്തിയിട്ട് റിട്ടേണിനെ പിടിച്ച് റിട്ടേൺ ഉണ്ടാക്കും. അതെല്ലാം അബദ്ധ ഇംഗ്ലീഷാണ്. ഇതെല്ലാം ടെൻസ് എടുക്കുമ്പോൾ ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ എന്തായി കുട്ടികളെ? ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം അസേർട്ടീവ് സെൻറ്റൻസാണ് ചോദ്യകർത്താവ് ഇതുപോലെ തരുന്നതെങ്കിൽ അതന്നെ 4 ടൈപ്പിലുണ്ട്. അതിൻ്റെ ഒരു ടൈപ്പ് നേരത്തെ പറഞ്ഞു.
റിപ്പോർട്ടിംഗ് വെർബ് സേ, സെയ്സ്, ടെൽസ് ഇങ്ങനെയുള്ള പ്രസൻറ്റ് ടെൻസിലാതിരുന്നെങ്കിൽ, അതുപോലെ തന്നിട്ടുള്ള വാചകവും പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമ്മുടെ ഉത്തരവും പ്രസൻറ്റ് ടെൻസിലാവും. എന്നാൽ റിപ്പോർട്ടിംഗ് വെർബ് സെഡ്, ടോൾഡ് പോലുള്ള പാസ്റ്റ് ടെൻസിലാണെങ്കിൽ തന്നിട്ടുള്ള വാചകം പ്രസൻറ്റ് ടെൻസിലോ ഫ്യൂച്ചർ ടെൻസിലോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ച് പാസ്റ്റ് ആക്കണം. ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്. ക്ലിയറായി?